തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത യുവ ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. റുവൈസ് മുഖത്തു നോക്കി സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിശദാംശങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ടിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. ചതിയുടെ മുഖം മൂടി തനിക്ക് അഴിച്ചുമാറ്റാൻ കഴിഞ്ഞില്ല എന്ന് കുറിപ്പിൽ പറയുന്നുണ്ട്. കേസിൽ റുവൈസിന്റെ പിതാവിനെ ചോദ്യം ചെയ്യുകയാണ് അഞ്ജു ജയപ്രകാശ് വിശദാംശങ്ങളുമായി. അഞ്ജു, എന്താണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്? ആത്മഹത്യാക്കുറിപ്പിൻ്റെ നമ്മൾ നേരത്തെ വാർത്ത നൽകാത്ത മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്? നികേഷ്, ആത്മഹത്യാക്കുറിപ്പിൽ റുവൈസിനെ കുറിച്ച് ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ചതിയുടെ മുഖംമൂടി തനിക്ക് അഴിച്ചു മാറ്റാൻ കഴിഞ്ഞില്ലെന്നാണ് ഡോക്ടർ റുവൈസിനെ കുറിച്ച് ഷഹാന പറയുന്നത്. അവന് പണമാണ് വേണ്ടത്, അതെന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. ഇനിയും ഞാൻ എന്തിന് ജീവിക്കാൻ തോന്നുന്നില്ല. ഈ ചതിക്ക് പകരമായി നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കേണ്ടതാണ്. പക്ഷെ എന്റെ ഫ്യൂച്ചർ ബ്ലാങ്ക് ആണ്. ഇനി ഒരാളെ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല. സഹോദരി ഉമ്മയെ നന്നായി നോക്കണമെന്നാണ് ഷഹാനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് റുവൈസ് തന്നോട് മുഖത്ത് നോക്കി പണം ആവശ്യപ്പെട്ടെന്നും ഈ ഡോക്ടർ ഷഹാനയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. പ്രതി ഇക്കാര്യം സമ്മതിച്ചതായും മെഡിക്കൽ കോളേജ് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. റുവൈസിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം അല്പസമയം മുമ്പ് റുവൈസിന്റെ പിതാവിനെ മെഡിക്കൽ കോളേജ് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ പിന്നോട്ട് വലിയാൻ റുവൈസിനെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് പിതാവാണെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇക്കാര്യങ്ങളടക്കം പിതാവിൽ നിന്ന് ചോദിച്ചറിയേണ്ടത് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അല്പ ദിവസങ്ങൾക്ക് മുമ്പാണ് റുവൈസിന്റെ പിതാവ് ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ മുൻകൂർ ജാമ്യാപേക്ഷയാണ് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട ചില ഇളവുകൾ പോലീസ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് സമയത്തും ചോദ്യം ചെയ്യലിന് ഹാജരാകണം, ഉദ്യോഗത്തിന് മുന്നിൽ ഹാജരാകണം എന്നടക്കം ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 9:30 തന്നെ മെഡിക്കൽ കോളേജ് പോലീസിന് മുന്നിൽ റുവൈസിന്റെ പിതാവ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട 2ാമത്തെ പ്രതിയാണ് റുവൈസിന്റെ പിതാവ്. ഏത് തരത്തിലാണ് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പങ്കാളിത്തമാണ് റുവൈസിന്റെ പിതാവിനുള്ളത് എന്ന കണ്ടെത്തലിന്റെ പിറകിലാണ് ഇപ്പോൾ പോലീസിലുള്ളത്. കൂടാതെ തന്നെ റുവൈസിന്റെയും ഷഹാനയുടെയും മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ട് അടക്കം അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. അഞ്ജു ജയപ്രകാശാണ് വിശദാംശങ്ങൾ.